വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, ഒരുപാട് അൺബോക്സിങ് വീഡിയോസ് ആയിട്ടാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ നമുക്കിതേ ബാക്കിലൊക്കെ കാണുന്നതൊക്കെ ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ആദ്യം നമുക്കിത് ഈ ഒരു ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വന്നിട്ട്. അപ്പോൾ അത് ഞങ്ങൾ മുന്നേ തന്നെ അത് വലുതായ കാരണം തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത് അതേപോലത്തെ തന്നെ ഒരു കാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, കാരണം ഇനിയും ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇനിയും ഫിറ്റ് ചെയ്യാനുണ്ട്. ഏറ്റവും ഫസ്റ്റ് കാണിക്കേണ്ട ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ ഇത്. അവൾക്കൊരു കൈച്ചെയിനും പിന്നെ അവളുടെ ഡ്രസ്സ് ഇട്ടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടി അലമാരയും പിന്നെ അവൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ആനയും കൂടിയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അവളുടെ അമ്മമ്മയും വലിയമ്മയും വലിയച്ഛനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബെൽറ്റും പിന്നെ കാല് വയ്ക്കാനുള്ള സ്പേസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഏറ്റവും ഫസ്റ്റ് കാണിക്കേണ്ടത്, കാരണം ഇത് മുന്നേ അവളുടെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പം ആഘോഷിച്ചത് നമ്മൾ വേറെ ദിവസമായിരുന്നു എന്ന് മാത്രം. പിന്നെ അതേ ഒരു ടെഡി ബിയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവളേക്കാളും വലിയൊരു ടെഡി ബിയറാണ് കേട്ടോ അത്. അപ്പോൾ അതേ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഫോട്ടോ ഫ്രെയിമില്ലേ. അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിമും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ ഒരു കുഞ്ഞു ഫോട്ടോ ഫ്രെയിമും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബാക്കിലുള്ള ഈ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഇനി തുറന്നു നോക്കി വെക്കാം. പായോ ഡ്രസ്സാണ്. അത് നല്ല കളർ അല്ലേ. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുള്ള ഡ്രസ്സ്. അൺബോക്സിങ് ഇത് രണ്ടുപേരും പേരൊന്നും അതിൻ്റെ മുകളിൽ രസമുണ്ട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കൂടെ. അപ്പോൾ ആകെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ ചെയ്യുന്ന സമയത്ത് ആകെ ഒരുമാതിരി ഡിസ്റ്റർബൻസ് ആവാൻ സൗണ്ട് ആകാറുണ്ട്. ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു റോസ് ഉടുപ്പ് നല്ല രസമുണ്ട് കേട്ടോ. ഈ ടൈമിൽ അവൾക്ക് ഇപ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. കാരണം കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല. ഇപ്പോൾ അവൾക്ക് കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ, അതൊരു ഉടുപ്പ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേ വേറെ ഒരു പാവക്കുട്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്, ഒരു താറാവാണെന്ന് തോന്നുന്നു. അല്ല താറാവല്ലേ, ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. അപ്പം അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല പാക്കിംഗ് ആയിട്ടൊരു സംഭവം കേട്ടോ. നമ്മൾ ഗൾഫിലേക്കൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് അയക്കില്ലേ, അങ്ങനത്തെ പോലത്തെ കുറച്ച് റിസ്ക് എടുത്തു. പക്ഷേ കുറച്ചൊന്നും ബുദ്ധിമുട്ടി അത് തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെ പോയി എടുക്കേണ്ടി വരും. ഇരിക്കുന്ന സ്ഥലത്ത് അത്രയും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടൊക്കെ ഇട്ട് എന്താ പറയുക, അത് ലാസ്റ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളത്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു പാവക്കുട്ടിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു ചെറുത് ഇവിടെ അവൾക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ പിങ്കി എന്നാണ് പേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പിങ്കിയുടെ ചേച്ചി എന്നാണ് ഞങ്ങൾ പറയുക. പിങ്കി ഇതിനേക്കാളും കുറച്ച് ചെറുതാണ്. അപ്പോൾ അതാ പിങ്കിയുടെ ചേച്ചീനെ കിട്ടിയിട്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിങ്കി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാവയായിരുന്നു അത്. അപ്പോൾ ഇത് അടുത്ത ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും വന്നിട്ടൊരു പാവയാവാനാണ് ചാൻസ്. കാരണം നമ്മളുടെ ഡ്രസ്സാണെങ്കിൽ ഇങ്ങനത്തെ അല്ലല്ലോ, കണ്ടില്ലേ, ഒരു നല്ല രസമുള്ളൊരു പാവയായിരുന്നു കേട്ടോ. ഞങ്ങൾ മൊട്ട എന്നാണ് പേരിട്ടത്. മൊട്ട മീൻസ് മുടിയില്ലാത്ത ടൈപ്പ് അല്ലേ കാണാൻ. അപ്പോൾ കണ്ടപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നിട്ട് വേഗം ഓടി വന്ന് എൻ്റെ അടുത്തേക്ക്
അപ്പോൾ ഇത് അതിനെ കണ്ടപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് അവളുടെ എക്സ്പ്രഷൻ നോക്കി. അപ്പോൾ ഇതിന് ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാപ്പ് നമുക്കിങ്ങനെ ഊരിപ്പോരുന്ന ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് വെക്കണ പോലത്തെ. നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുള്ളൊരു പാവയായിരുന്നു കേട്ടോ. അത് ശരിക്കും ഒരു കുട്ടിയുടെ പോലെയല്ലേ. അപ്പോൾ ബേബി എന്ന് പറയും. ബേബി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനെങ്ങനെ കൺസിഡർ ചെയ്യുന്നു കേട്ടോ. മുട്ട ബേബി എന്നൊക്കെ വിളിക്കേനെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് വന്നിട്ട് ഇങ്ങനത്തെ ഇതും ഒരു റോസ് കളർ തന്നെയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. ഒരു ഉടുപ്പായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അടിയിൽ ഇങ്ങനെ തട്ടായിട്ടുള്ള ഒരു മോഡൽ വന്നിട്ടുള്ള ഒരു ഉടുപ്പായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിതാ ഒരു ചെയറാണ് കേട്ടോ അത്. ഇത് എന്താ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ചെയറായിരുന്നു. ഒരു പച്ച അങ്ങനത്തെ ഒരു കളറ് വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റാൻഡ് പോലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കാം. പക്ഷേ ഇരുത്തിയപ്പോൾ ഒന്നും അവൾ ഇരിക്കണില്ല കേട്ടോ. അവൾ ഇതിൽ നിന്ന് എണീറ്റ് നിൽക്കുമായിരുന്നു. പിന്നെ അത് എന്താ പറയുക, ഈ ഒരു കളറ് ഉടുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഉടുപ്പുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇപ്പോൾ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സുകളൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇനി അങ്ങോട്ട് തുറക്കണമൊക്കെ എല്ലാം ഡ്രസ്സുകൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 2 കൂട്ടർ ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തേത് ഈ ഒരു കളറുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഇത് സെയിം അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ കളറല്ല, സെയിം മോഡലും എല്ലാതും അവൾക്ക് ഉണ്ടായിരുന്നു. ഇതല്ല ഫസ്റ്റ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു വൈറ്റും ഒരു മഞ്ഞ ഷെയ്ഡൊക്കെ കൂടി വന്നിട്ടുള്ള ഒരു ഉടുപ്പായിരുന്നു കേട്ടോ അത്. പിന്നത്തെ ഉടുപ്പ് വന്നിട്ട് ഒരു നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനത്തെ മോഡൽ തീരെ കിട്ടിയിട്ടില്ല നമുക്ക്. എല്ലാവരും കൊണ്ടുവരുന്നത് ഹെവി വർക്ക് ഉള്ളതും കാര്യങ്ങളും എങ്ങനെയും പോകുമ്പോൾ ഇടാൻ പറ്റിയതൊക്കെ അല്ല. ഇങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. പിന്നെ എന്താ അടുത്തതും എല്ലാതും ഡ്രസ്സ് തന്നെയാണ്. പിന്നെ അപ്പോൾ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് മെമ്മറി ഫുള്ളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഡ്രസ്സുകൾ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡ്രസ്സുകളെ കുറേ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഞാൻ എന്തായാലും മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത വരെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഡ്രസ്സായിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എൻ്റെ ഫോണിൽ മെമ്മറി ഇല്ലാത്ത എന്നുവെച്ചാൽ സ്പേസ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇത് വീഡിയോ ഓഫായി പോവുമായിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ അത്ര ഫുള്ളായിട്ട് ഇത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഒരു വൈറ്റ് ഡ്രസ്സുണ്ട്. അപ്പോൾ അതും നല്ല രസമുണ്ടായിട്ടോ. അല്ലാതെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഈ ഒരു കളറുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ പറ്റിയ മോഡലായിരുന്നു കേട്ടോ അതൊക്കെ. ഇനി ഒരുപാട് ഡ്രസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാതും ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമല്ലേ. പിന്നെ കുഴപ്പമില്ല, എനിക്ക് അധികം റിസ്ക് ഒന്നും ഇല്ല. പക്ഷേ ഇത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എല്ലാതും ഒരു ഗിഫ്റ്റ് തരുന്നതല്ലേ. അപ്പോൾ നമുക്ക് എല്ലാതും അത് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് മെമ്മറി ഫുള്ളെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയില്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നതിന് ശേഷം നോക്കുമ്പോൾ ഒന്നും വീഡിയോ ആയിട്ടുണ്ടായിരുന്നില്ല. മെമ്മറി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഡ്രസ്സുകൾ കാണിക്കുന്നത് അവിടെ വെച്ചിട്ട് നിർത്തി. അപ്പോൾ ഞാൻ അതിന്ന് ഒരു ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. എനിക്കതിൽ ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതലുണ്ടായത് ഈ ഡ്രസ്സാണ് കേട്ടോ. ബാക്കി എല്ലാതും നല്ല തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ കൈയൊക്കെ കുറച്ചും കൂടി വലുതായിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ അവൾക്ക്. പക്ഷേ ഇത് നല്ല രസമായിട്ടുണ്ട്. കളറും കണ്ടില്ലേ, കളറും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും കാണിച്ചു തന്നെന്ന് വിചാരിച്ചിട്ട് അത് കാരണമാണ് ഞാനിതൊന്ന് സ്പെഷ്യലായിട്ട് കാണിച്ചു തന്നെ. ബാക്കി എല്ലാതും എടുത്ത് നോക്കൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാതും ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഉണ്ണിക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഗിഫ്റ്റുകളൊക്കെ. കോഴി
അപ്പോൾ ഓക്കെ, നമ്മളുടെ അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഫാമിലിയിൽ വേഗം പോയി ഒന്ന് മെമ്പർ ആയേക്കുക. അപ്പോൾ മെമ്പർ ആവാൻ ഒന്നും ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും കൂടിയും അങ്ങനത്തെ ഒക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് പോലും ചെയ്യാതെയാണ് അവർ പോകുക കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ളത് അവരുടെ അടുത്തും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ വേറെ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി ഒന്നും പറയാനില്ല. നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.